അതിന്റെ പുറകെ ഇതാ മോട്ടോർ സൈക്കിളിൽ ഒരാൾ വന്നോണ്ടിരിക്കുന്നു. ബൈക്കിലുള്ള ആള് വാനിന്റെ അകത്തേക്ക് എന്തോ എടുത്തെറിയുന്നു. എന്താ ഇത്? ഒരു പുക വരുന്നല്ലോ. പുകയുടെ ശല്യം കൊണ്ട് വാനിലുള്ള ഡ്രൈവർക്കും മറ്റുള്ളവർക്കും ആകെ വിഷമമാകുന്നു. ബൈക്കിൽ നിന്ന് ആളിറങ്ങി വാനിന്റെ പുറകെ വരുന്നു. ഡോർ തുറക്കുന്നു. അകത്തോട്ട് കയറി പണത്തിന്റെ വേഗമായി ഇതാ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. എന്ത്? ബാങ്കിന്റെ പണം മോഷ്ടിച്ചോണ്ട് പോയെന്നോ? എന്നിട്ട് നീ വെറുതെ നോക്കിയിരിക്കാണോ? ഞാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? നിനക്കറിയില്ല ശിവ, ഞാനൊരു വളരെ ചെറിയ കുട്ടിയല്ലേ. എന്നാ ശരി ചെറിയ കുട്ടി, എന്റെ പണി തുടങ്ങട്ടെ. ആ കള്ളനെ ഞാൻ എങ്ങനെയെങ്കിലും പിടികൂടും. രേബ, ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്ക്. ഓക്കേ ശിവ, ഞങ്ങൾ വന്നോളാം. മുത്തശ്ശൻ വരൂ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. താങ്ക് യു ലഡ്ഡു സിംഗ്. മുത്തശ്ശ, ആരെ വിളിക്കാതാവ് നോക്കൂ. വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഹലോ ലഡു സിംഗ് സാർ, ബാങ്കിന്റെ പണമായി പോകുന്ന വണ്ടിയിൽ നിന്ന് കള്ളന്മാര് പണം മോഷ്ടിച്ചു. എന്താ? ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ സർ. അയാൾ ഡ്രൈവ് ചെയ്യുകയാണ്. ബാങ്കിന്റെ പണം കള്ളന്മാര് മോഷ്ടിച്ചു. നിന്റെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടല്ലോ. എന്റെ ലഡു സിംഗ് സാറേ, ബാങ്കിന്റെ വാൻ. ഓഹോ, എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോ എവിടെയാണ്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നോളാം. എന്താണ് എന്താണ്? ആ, അത് ശരി, എനിക്ക് മനസ്സിലായി. ഓക്കെ. വഴിന്ന് മാറി നിൽക്ക. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്തായാലും നിന്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കുട്ടി. ഇനി എന്റെ പേര് എന്താണെന്ന് അറിയണ്ട നിനക്ക്. ഐ ആം ജാക്ക്, ജാക്ക് ദ തീഫ്. നിന്റെ ഫൈറ്റ് എന്തായാലും കൊള്ളാം, പക്ഷേ ഈ ജാക്കിനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. അതിനിന്ന് വരെ ആരും ജനിച്ചിട്ടുമില്ല. പോയി വല്ല പണി നോക്ക്.
ലെഡി സിംഗ് സാറേ, വാനിൽ നിന്നും പണം മോഷ്ടിച്ച ആളുടെ അടയാളം കണ്ടുപിടിച്ചു. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേഗം വരും. ഓക്കെ. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയണം, ജാക്ക് എന്ന തീഫ് ഞാൻ അല്ലെന്ന്. ഞാൻ സിദ്ധേശ്വറാണ്. ഞാൻ വാനിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ എന്താ വിശ്വസിക്കാത്തെ? കാരണം ഒരു കള്ളൻ എപ്പോഴും താൻ ചെയ്ത കുറ്റം സമ്മതിക്കില്ല. മനസ്സിലായ? ഈ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ എന്റെ സാറേ? എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് കള്ളൻ. ഇയാൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ കള്ളനല്ല. ആണോ? ഞങ്ങളീ വീട് മുഴുവനൊന്ന് അന്വേഷിക്കട്ടെ. പോലീസുകാരെ ജോലിയിൽ നീ തലയിടാൻ നിക്കണ്ട, കേട്ടല്ലോ? മനസ്സിലായ? ഇവൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം വെളിയിൽ പോയി വാതിലടച്ചേക്ക്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. വെരി ഗുഡ്. മോഷണം ചെയ്തുവല്ലേ പറയൂ, പറയൂ, പറഞ്ഞോളൂ. മോഷണം ചെയ്തുവോ പറയൂ. ഇത്തരത്തിലുള്ള മൃഗീയ ശിക്ഷ വേണ്ടായിരുന്നു. എന്നെ പെട്ടെന്ന് ജയിലിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് പാട്ട് കേൾക്കണ്ട. ഞാൻ വരാൻ തയ്യാറാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ഞാൻ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. എന്റെ വീട്ടിൽ മോഷണം പോയി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണമെങ്കിൽ പേടാറാം സാറിനോട് ചോദിക്കുക. അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഓക്കെ ഓക്കെ, വന്നേ. ബാക്കി കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. നിനക്കൊരു കാര്യം അറിയോടി? അതെ, ഇയാള് വന്നിരുന്നു സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് തരാൻ വേണ്ടി. ഇത് സംഭവിച്ചത് ഏകദേശം 10 മണിക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് സാറേ. ഇത് എങ്ങനെ സംഭവിക്കാനാണ്? ഇയാൾ സ്വയം വന്ന് വാനിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് കൃത്യം 10 മണിക്ക് കണ്ടതാ. ശിവ, ഒരു പക്ഷേ നമ്മുടെ സ്റ്റേഷനിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ കയ്യിലെ തെളിവ് കിട്ടിയിരുന്നുവെങ്കിൽ ഇവനൊക്കെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കിയേനെ. അറിയോ സാറേ, ദാ ഉണ്ടല്ലോ CCTV ക്യാമറ. ഇന്നലെ പുതുതായിട്ട് കൊണ്ടുവന്ന് വെച്ചത്. സാറൊന്ന് അങ്ങോട്ട് നോക്കിയേ. യെസ് യെസ്, ഞാൻ അതങ്ങ് മറന്നുപോയി. ചെക്ക് ചെയ്യേ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യേ. അപ്പൊ ശരി, 10 മണിയിലത്തെ റെക്കോർഡിംഗ് എന്താന്ന് നമുക്ക് നോക്കാം. എന്ത്, ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ? ഞാൻ കള്ളനാണെന്നും പറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയണോ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക കുട്ടി. നീ പറഞ്ഞ ആള് ഞാനല്ല. ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് മുഖം ശരിക്ക് കണ്ടു കാണില്ല നീ. സോറി സർ, ഐ ആം സോറി. ശിവ, ഈ സൈക്കിൾ എന്തിനാ നീ ഇത്രയധികം റിപ്പയർ ചെയ്യുന്നത്? കാരണം സൈക്കിൾ എപ്പോഴും നല്ല ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. അതായത് വീണ്ടും എനിക്ക് ആ മോട്ടോർ സൈക്കിൾക്കാരനെ പിന്തുടരാൻ വേണ്ടി. എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ബൈക്ക് ഓടിക്കുന്നവൻ തന്നെ കള്ളനെന്ന്. അപ്പൊ അയാള് പറഞ്ഞത് നീ ശ്രദ്ധിച്ചായിരുന്നോ? ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ആളുടെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും മുഖം കാണാൻ പറ്റില്ലല്ലോ. അതെ അതെ, അവൻ തന്നെ കള്ളൻ. പിന്നെ എങ്ങനെ അവന് മനസ്സിലാവാനാ? ഹെൽമെറ്റ് ഇട്ടാൽ മുഖം കാണില്ല എന്ന്. കള്ളൻ ഹെൽമെറ്റ് ഇട്ടിരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ കള്ളൻ ഒരേ സമയത്ത് 2 സ്ഥലത്ത് എങ്ങനെ ഉണ്ടാവാനാ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശിവ, ആഹാരം കഴിക്കേ. മുത്തശ്ശി വിളിക്കുന്നു. ശിവാൻ, നീ എവിടെയാണ്? എന്റെ തലയിൽ എന്താണ് വീണത്? ശിവ, ഞാനിത് എവിടെയാ വന്നു പെട്ടത്? ഞാൻ ഒരുപാട് താഴേക്ക് വന്നു പതിച്ചല്ലോ. ഞാൻ ഈ വീടിന്റെ താഴേക്ക് വന്നു പെട്ടല്ലോ.
അല്ല ഒരു കുഴപ്പമില്ല മുത്തശ്ശൻ ചുമരിൽ കയറിയെന്നേ ഉള്ളൂ. എനിക്ക് വയസ്സായതുകൊണ്ട് എന്നെ കളിയാക്കിയാണ്. ഞാൻ എന്താ മനുഷ്യനല്ലേ? എന്താ വല്ല പല്ലിയോ മാറ്റമാണോ? നമ്മളെല്ലാവരും മേൽക്കൂരയ്ക്ക് താഴെ പതിച്ചിരിക്കയാ. പക്ഷെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. അതിന്റെ ആവശ്യമില്ല മുത്തശ്ശ. കേറിയ പോലെ തന്നെ പതുക്കെ പുറകോട്ട് വരൂ. എന്ത് പുറകോട്ട് നടക്കാനോ? ശരി, അതും ഒന്ന് നോക്കിക്കളയാം. ആഹാ, ഞാൻ ശരിക്കും ചുമരിൽ കയറിയതാണല്ലേ? ഇനി മുതൽ ഞാൻ ഒരിക്കലും നിന്റെ വർക്ക്ഷോപ്പിൽ വരില്ല. എന്റെ എല്ലുകൾ ഒടിഞ്ഞു പോയിരുന്നെങ്കിലോ? ഇന്നലെ ഇതുപോലെ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയ പണം ആരോ വന്ന് മോഷ്ടിച്ചു. അവൻ വീണ്ടും വന്നിരിക്കുക. ഇന്ന് നമ്മുടെ വാനിൽ നിന്ന് പണം മോഷ്ടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക. എടോ, നമുക്ക് ഇവനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളോ? ഞാൻ വാന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പുറകെ വന്നോണ്ടിരുന്നേ. പക്ഷെ ഇതറിയാതെ നിങ്ങൾ എല്ലാരും എന്നെ തല്ലിച്ചതച്ചല്ലോ. അതും ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ. ശരി, കുഴപ്പമില്ല, അതൊന്നും സാരില്ലാതെ. നിങ്ങൾ എന്നെ കൂടെ ഒന്ന് പൊക്കിയെടുത്തേ, മനസാക്ഷി ഇല്ലാത്ത മനുഷ്യരെ. ലഡ്ഡു സിംഗ് സാറേ, വാനിന്ന് പണം കളവ് പോയി. എനിക്കറിയാം ഇങ്ങനെ തന്നെ സംഭവിക്കില്ലോ എന്ന്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കള്ളന് ധൈര്യം ഉണ്ടാവില്ലായിരുന്നു വാൻ മോഷ്ടിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം, വെയിറ്റ് ചെയ്യ. ശിവ, സർ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഉടനെ എത്താം. എന്റെ അടുത്തൊരു നല്ല പ്ലാൻ ഉണ്ട്, കേൾക്കൂ. ഓക്കെ ശിവ, ഓക്കെ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ആക്ച്വലി ഈ പ്ലാൻ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടുപേരെ ചിന്തകളും ഒരേപോലെ തന്നെ ഉണ്ടല്ലേ?
നോക്കൂ മിസ്റ്റർ സിദ്ധേശ്വർ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് ഇവിടെ നിന്ന് പോയേ പറ്റൂ. ആ കുട്ടിയാണെങ്കിലോ പോലീസുകാരെക്കാളും ഭയങ്കര കേമനാ. അത് കണ്ടോ, ഇപ്പോഴും എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ മോഷ്ടിക്കുന്ന സമയത്ത് ഞാനേ ഒരു CCTV ഉള്ള ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുമായി സംസാരിക്കുകയായിരുന്നു. നീ ധൈര്യമായിട്ട് താഴോട്ട് ചെല്ല്. അവര് മോഷണത്തിന്റെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്ത് ചോദിക്കാൻ വരുമ്പോ ഞാൻ CCTV ഫുട്ടേജ് കാണിക്കുമല്ലോ. ആ വന്നല്ലോ വനമാലകൾ. വീണ്ടും എന്നെ കള്ളനാക്കാനുള്ള ശ്രമത്തിലാണോ? ഇത്തവണ നിനക്ക് പറയാനാവില്ല. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മുഖം കാണാൻ പറ്റില്ലത്. കാരണം ഇത്തവണ നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. എന്താ പറഞ്ഞ്? അല്ല, ഞാൻ വേദാസ് ഹോസ്പിറ്റലായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ ഇപ്പോഴിങ്ങോട്ട് വന്നത്. വേണമെങ്കിൽ നിങ്ങൾ ചെന്ന് CCTV നോക്കിയോ. അതിനൊന്നും ഒരു ആവശ്യമില്ല. ഞാനും ശിവയും നീ വാനിന്ന് പണം മോഷ്ടിച്ച് രക്ഷപ്പെടുന്ന നേരിട്ട് കണ്ടതാണ്. ഇനിയിപ്പോ ഇതിന് CCTVയുടെ ഫുട്ടേജ് ഒന്നും ആവശ്യമില്ല, മനസ്സിലായ കള്ള? നീ വേഷം കെട്ടെടുക്കാണോ? നിനക്ക് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സാർ ഭയങ്കര ബുദ്ധിപൂർവമായി പിടികിട്ടാപ്പുള്ളിയായ ജാക്ക് എന്ന കള്ളനെ പിടിച്ചിരിക്കുന്നു. നാളെ രാവിലെ പോലീസ് വാനിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇനി ലഡ്ഡു സിംഗ് സാറിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാനിപ്പോ എന്താ പറയാ, എന്റെ ബുദ്ധി പ്രയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കള്ളനെ കണ്ടുപിടിച്ചത്, മനസ്സിലായോ? നാളെ തന്നെ ഈ കള്ളനെ സെൻട്രൽ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിനോട് ഒന്നേ പറയാനുള്ളൂ, വഴിയിൽ എന്ത് സംഭവിച്ചാലും ശരി ജയിലിൽ എത്തുന്നവരെ വണ്ടി എവിടെ നിർത്താൻ പാടില്ല, മനസ്സിലായോ? കള്ളൻ രക്ഷപ്പെടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. പിന്നൊരു കാര്യം, കള്ളനെ പിടിക്കാനായിട്ട് ശിവ നിങ്ങളെ സഹായിച്ചെന്ന് കേട്ടല്ലോ. എന്താ ഇത് ശരിയാണോ? അതായത് ശിവ ചെറിയ സഹായമല്ല, വലിയ സഹായം തന്നെ ചെയ്തിരിക്കുന്ന. കാരണം കള്ളനെ പിടിച്ചത് ശിവയാണ്. ഞാൻ അവനെ കണ്ട് ഈ വിലം കിട്ടത് മാത്രമേ ഉള്ളൂ. മണ്ടന്മാര്, ഒരു കാശിന് കൊള്ളാത്തവര് വായ തുറന്ന കള്ളത്തരം മാത്രമാണ് പറയുന്നത്. എന്റെ ചേട്ടനെ ചതിയിൽ അകപ്പെടുത്തി കൊണ്ടുപോയിട്ട് എന്നിട്ട് എന്റെ പേര് പറഞ്ഞ് നടക്കുന്നു. എന്നാ ഞാൻ ഓരോരുത്തരെയും വെറുതെ വിടില്ല. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ നോക്കൂ, കള്ളൻ വാനിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. വന്നേ, എല്ലാവരും ഒന്ന് വേഗം വന്നേ. ഹലോ അങ്കിൾ, ഇത് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ചേട്ടൻ ജയിലിലാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു ഇതൊക്കെ. എങ്ങനെയുണ്ട്? നീ എന്തിനാ എന്റെ പുറകെ എങ്ങനെ നടന്ന് ശല്യം ചെയ്യുന്നേ? കുട്ടികളുടെ പ്രായത്തിൽ കളിച്ച് നടക്കാതെ ഇതിലൊക്കെ എന്തിനാ വെറുതെ തലയിടുന്നേ? നിന്നെ തല്ലി ചതച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നെ നീ ഒരിക്കലും മുതിർന്നവരുടെ കാര്യത്തിൽ തലയിടില്ല. നിന്നെ എന്റെ കയ്യ നീ കണ്ടില്ലേ, വലിയൊരു ഫൈറ്റാ നടക്കുന്ന വാനിനകത്ത്. വണ്ടി നിർത്തട്ടെ? വേണ്ട, നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ എത്തുന്നത് വരെ, ലഡ്ഡു സിംഗ് സാർ പറയുന്നത് വരെ വാൻ എവിടെയും നിർത്താൻ പാടില്ലെന്ന്. താൻ ഓടിക്കടോ. എന്റെ നടുവേ, നിന്നെ ഞാൻ വിടില്ല.
എന്തൊക്കെയുണ്ട് മോനെ ദിനേശ? കള്ളന്റെ കയ്യില് വിലങ്ങിടാനുള്ള ഒരു അവസരം എനിക്കും തരണേ മോനെ ദിനേശ.